ആദ്യ ഭാര്യ പുതിയ കഥയിലേക്ക് സ്വാഗതം. അടങ്ങിക്കിടക്കടെ അവിടെ, നീ എപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. ആബിദ് ദേഷ്യത്തോടെ ഷാക്കിറയെ ആ ചെറിയ ബെഞ്ചിനേക്കാൾ ഇത്തിരി വീതിയുള്ള കട്ടിലിൽ മലർത്തി കിടത്തി അവളിൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കി. എന്താ നീ പറഞ്ഞത് കേൾക്കൂലേ? എന്താ നീ എൻ്റെ ഭാര്യയാണ് ഇപ്പോഴും? ഒരിക്കലും നീ എൻ്റെ ഭാര്യ അല്ലാതിരുന്നിട്ടില്ല. ഷാക്കിറ ആ സ്റ്റോർ റൂം പോലെയുള്ള ആ കുടുസുമുറിയിൽ ശ്വാസമെടുക്കാൻ ആകാതെ കിടന്നു പിടഞ്ഞു. 7 വർഷം, നീണ്ട 7 വർഷം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച വ്യക്തിയാണ്. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അല്ലാതെ രണ്ടുപേരുടെയും ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. ആബിദിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്നും നിന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനെ ബലം പ്രയോഗിക്കേണ്ട ഒരവസ്ഥയും അവൾ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇന്ന് അല്ല, 1 മാസമായി ആബിദ് വേറെ വിവാഹം കഴിച്ചിട്ട്. 7 വർഷത്തെ സന്തോഷ ദാമ്പത്യ ജീവിതം അതെ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സന്തോഷമില്ല. ഞാൻ ആബിദിൻ്റെ ഭാര്യ തന്നെയാണ്, പക്ഷെ എന്നോട് ഒന്നുമില്ല. മറ്റൊരു പെണ്ണിന് മനസ്സും ശരീരവും സമർപ്പിച്ചു വീണ്ടും തന്നിലേക്ക് വരുന്നതിന് അവൾക്ക് സമ്മതമല്ല. 7 വർഷത്തെ കൂടെയുള്ള ജീവിതം കണക്കിൽ എടുക്കാതെ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് വീണ്ടും ഒരു 19കാരിയെ വിവാഹം കഴിച്ചിരിക്കുന്നു. അതും 2 വർഷം പ്രണയിച്ചതിനു ശേഷം. ഷാക്കിറയുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടറെ കാണിക്കുന്നത് കുടുംബത്തിന് മോശമാണത്രേ, തറവാടികൾക്ക് ചേർന്നതല്ലെന്ന്. ആബിദിൻ്റെ കൈ സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ എല്ലാം പുഴു അരിക്കുന്നതായി തോന്നി അവൾക്ക്. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ സർവശക്തിയുമെടുത്ത് കാൽ കൊണ്ട് അവൻ്റെ മർമ്മത്തിൽ ഒരു ചവിട്ട്. അല്ലാ! ആബിദ് ഉറക്കെ അലറി വിളിച്ചു. കൊട്ടാരം പോലെയുള്ള മൊയ്തു ഹാജിയുടെ ആ വീട് മുഴുവൻ ആ നേരത്തും പ്രകാശം പരന്നു. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വന്നു. കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ മൊയ്തു ഹാജിയുടെയും ആയിഷമ്മയുടെയും 7 ആൺമക്കളും ഭാര്യമാരും കുട്ടികളും വീട്ടിലേക്ക് വിരുന്ന് വന്ന 2 പെൺമക്കളും കുട്ടികളും അടങ്ങിയവർ ആ കൊച്ചു റൂമിന് വെളിയിൽ നിന്നു. ആബിദൊരു കൈകൊണ്ട് തൻ്റെ ലുങ്കി അരികിലേക്ക് ചുറ്റിയെടുക്കാൻ വേദന കാരണം വയ്യ. കുനിഞ്ഞു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. വേദനയുടെ കാഠിന്യം കൊണ്ട് അവൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഷാക്കിറ വേഗം തൻ്റെ വസ്ത്രങ്ങൾ എടുത്ത് നല്ലതുപോലെ ഇട്ടു. അതെ, അവനെല്ലാം പിടിച്ചു വലിച്ച് കീറിയെടുക്കാൻ ശ്രമിച്ചതാണ്. ആബിദിനെ മറികടന്ന് ഡോർ തുറന്നു. വീട്ടിലെ എല്ലാവരും നിരന്നു നിൽക്കുന്നത് കണ്ട് അവൾ തല കുനിച്ചു. എൻ്റെ റബ്ബേ, ഈ വീടിൻ്റെ മുമ്പിൽ എന്തപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നത്? കുറച്ചപ്പുറത്ത് മാറി ആബിദിൻ്റെ പുതിയ ഭാര്യ റസിയ നിൽക്കുന്നുണ്ട്. ഒരു വിധേനെ പുറത്തു കടന്ന ആബിദ് മുന്നിൽ എല്ലാവരെയും കണ്ട് പരുങ്ങി നിന്നു. എന്തിനാ മോനെ നീ വീണ്ടും ഈ മച്ചിയുടെ അടുത്ത് പോയത്? അതും സന്തോഷിക്കേണ്ട ദിവസം തന്നെ. ഇവൾക്ക് എന്താണ് കുഴപ്പം എന്ന് ഈ 7 വർഷമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഡോക്ടറെ കാണിക്കാതെ അതെങ്ങനെ തീർച്ചപ്പെടുത്തും? എന്തിനാണ് ഈ മച്ചി എങ്ങനെ പിന്നെയും ഓളെടുത്തേക്ക് ഓളെ സുഖിപ്പിക്കാൻ ഈ പോണത്? എന്നിട്ടിപ്പോൾ എന്തായി? ആബിദ് 2ാമത്തെ കല്യാണം കഴിച്ച് മാസം 1 ആയുള്ളൂ. അപ്പോഴേക്കും ഓൾക്ക് പള്ളയിലുണ്ടായില്ലേ? ഐഷുമ്മ അവരെയും നോക്കി ഗർവോടെ പറഞ്ഞു. അതെ, നമ്മുടെ വീട്ടിലെ ഐഷുമ്മ ആബിദയുടെ ഉമ്മ. നമ്മുടെ പുത്തൻ വീട്ടു തറവാട്ടിലെ ഐഷുമ്മയെ പോലെയല്ല കേട്ടോ, ഇവർ കുറച്ച് സ്ട്രോങ് ആണ്. ഷാക്കിറയുടെയും ആബിദിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. കുഞ്ഞുങ്ങളില്ല. എന്നാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തറവാടിന് മാനക്കേടാണെന്ന് പറഞ്ഞ് ആയിഷുമ്മ വിലക്കിയതാണ്. ആയിഷുമ്മ 13 പെറ്റു. 3 കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ മരിച്ചു. എങ്കിലും 10 കുഞ്ഞുങ്ങൾ ഇപ്പോഴും ആൽമരം പോൽ വലുതായി പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ആബിദിനല്ലാത്ത എല്ലാവർക്കും 2-3 കുഞ്ഞുങ്ങളായി. അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ മക്കൾക്കും കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് ആബിദിനും കുഴപ്പമുണ്ടാകില്ല എന്നും ഷാക്കിറക്കാണ് കുഴപ്പമെന്നും അവരങ്ങ് തീരുമാനിച്ചു. ഷാക്കിറയെ ആബിദ് സ്നേഹിച്ചു വിവാഹം കഴിച്ചതാണ്. ആളുങ്ങൾ തറവാട്ടിൽ മൊയ്തു ഹാജിക്ക് കച്ചവടം പല മേഖലയിലാണുള്ളത്. മക്കളെല്ലാം ഓരോന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ആബിദിന് ഡ്രൈവർ ജോലി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഉപ്പയുടെ ബസ് സർവീസുകൾ അവൻ ഏറ്റെടുത്തതായിരുന്നു. അങ്ങനെ അവൻ്റെ ബസ്സിൽ സ്ഥിരമായി സ്കൂളിലേക്ക് പോയിരുന്നതാണ് ഷാക്കിറ എന്ന പെൺകുട്ടി.
അതീവ സുന്ദരിയായതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ അവൾ കടന്നുകൂടി. പിന്നാലെ കുറെ നടന്നെങ്കിലും പെണ്ണ് വീഴില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവളുടെ വീട്ടിലേക്ക് ബ്രോക്കർ കോയയെ പറഞ്ഞയക്കുകയായിരുന്നു. അതെ, തൻ്റെ മനസ്സിലെ സ്വപ്നസുന്ദരി ഷാക്കിറ. പക്ഷേ എത്രയൊക്കെ തന്നെ ശ്രമിച്ചിട്ടും ഒരിക്കൽ പോലും അവൾ എനിക്ക് വഴങ്ങിത്തരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സമ്മതം പോലും അവൾ മൂളുന്നില്ല. വിവാഹം കഴിക്കാൻ ഒരുപാട് പിന്നാലെ നടന്നില്ല. എന്തൊക്കെ തന്നെയാലും ബ്രോക്കർ പറഞ്ഞു വിട്ടു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു ഷാക്കിറയുടേത്. ടൈലർ മുഹമ്മദിന് പെൺമക്കൾ 4 അതിൽ രണ്ടാമത്തെ മോളാണ് ഷാക്കിറ. അതുകൊണ്ട് തന്നെ അന്നാട്ടിലെ ഏറ്റവും പണക്കാരൻ്റെ മോൻ വേറെ വല്ല ബന്ധം കിട്ടുമെന്ന് ഉമ്മയും ഉപ്പയും പറഞ്ഞത് അവൻ കേട്ടില്ല. എന്താടാ നീ പറയണത്? ആ ടൈലർക്കാരൻ്റെ മോളെ കൊണ്ടാണോ എന്നെ കെട്ടിക്കണം നീ പറയണത്? എനിക്ക് നാണല്ലേ? ഇത്രയും വലിയ ബിസിനസ്സുകാരായ നമുക്ക് ആ ഒരു ദരിദ്രവാസികളെ തന്നെ വേണോ ഇങ്ങോട്ട് കൊണ്ടുവരാനേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ വളരെ ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ അവൻ പറയുന്നു, എനിക്ക് ഷാക്കിറയെ മാത്രം മതി, എനിക്ക് ഓൾ അത്ര ഇഷ്ടമാണ്, ഓൾ അത്രക്കും മൊഞ്ചാണ്. ഉമ്മ കണ്ടിട്ടുണ്ടോ അത്രക്കും മൊഞ്ചുള്ളൊരു പെണ്ണിനെ? ഓ, ഈ മൊഞ്ച് നോക്കി നടന്നോ, കുറച്ച് പണ്ടും പണം ഉള്ളോടത്ത് നിന്നാണ് കെട്ടേണ്ടത്, അല്ലാതെ വെറും മൊഞ്ച് കണ്ടിട്ട് ഇപ്പം എന്താ? പക്ഷെ ഒരിക്കൽ പോലും അവൻ അതിന് പിന്തിരിയാൻ തയ്യാറായില്ല. വാശി പിടിച്ച് വിവാഹം കഴിച്ചു. എങ്കിലും അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന് കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ആയുഷും വിവാഹം കഴിഞ്ഞ് 3 മാസമായപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാണില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ്, ഇത് മച്ചി തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം കഴിഞ്ഞത് 3-ാം മാസമാണ്, ഇപ്പോഴും കുട്ടികളുണ്ടാണില്ല, വല്ലാത്തൊരു പുതുമ. എങ്കിലും ആബിദ് പറഞ്ഞു, ഉമ്മ മക്കളുണ്ടാനൊക്കെ സമയമല്ലാണുള്ളൂ. എന്തിനാണ് ഇത്രമാത്രം തിരക്ക് കൂടുന്നത്? ഷാക്കിറയുടെ കൂടെ തന്നെ എപ്പോഴും ആബിദ് നിന്നു. ഓ, ഒരു പെണ്ണാലി തന്നെയാണ് ഇജ്, എനിക്ക് എത്ര മക്കൾ ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞാലും ഓളെ പിന്നാലെ എങ്ങനെ ഓളെ മൂട്ടുകൂടെ നടന്നോ ഇജ്. ആണുങ്ങളാണെങ്കിലേ കുറച്ചൊരു തൻ്റെ ഇടം വേണം. മച്ചിയായ പെണ്ണിന് ഇജ് ഇങ്ങനെ സ്നേഹത്തോട് എന്തിനു കാര്യത്തിൽ നോക്കണത്? ഉമ്മയുടെ നിരന്തരമുള്ള ആ ഒരു വാക്കുകൾ അതെല്ലാം കേട്ട് ശരിക്കും ആബിദിന് ആകെപ്പാടൊരു ടെൻഷനായിപ്പോയി. കഴിഞ്ഞ വർഷമാണ് ഷാക്കിറ ആബിദിൻ്റെ മനസ്സിൽ കയറി കൂടിയതുപോലെ റസിയ എന്നൊരു പെണ്ണും അത് അവൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയത്. കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടുകാർ എപ്പോഴും ഒച്ചപ്പാടും ബഹളാണ്. തൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല. കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ അവൻ്റെ വീട്ടിലുള്ള ഒരു അനിയൻ്റെയും ഭാര്യയുടെയും അല്ലാത്ത എല്ലാവരുടെയും സമ്മതത്തിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതെ, എല്ലാവരും അതങ്ങ് സമ്മതിക്കുകയായിരുന്നു. ഷാക്കിറക്കാണെങ്കിൽ വയസ്സായ ലോകം എന്താണെന്നറിയാത്ത ഉമ്മയും ഉപ്പയാണ്, പിന്നെ 2 അനിയത്തിമാരും. അതുകൊണ്ട് തന്നെ ഇവിടം വിട്ട് വയസ്സായ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ നിന്ന് അവരെ ബുദ്ധിമുട്ടാക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അനിയത്തിമാരാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ചെലവിനുള്ള ക്യാഷ് എല്ലാം അയച്ചു കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാം. ആയുഷുമ്മ ആബിദിനെ പിടിച്ചുകൊണ്ട് നടന്നു. റസിയ തൻ്റെ റൂമിലേക്ക് നടന്നു. ബാക്കി എല്ലാവരും ഷാക്കിറയെ പരിഹാസപൂർവ്വം ഒന്ന് നോക്കിക്കൊണ്ട് അവരവരുടെ റൂമിലേക്ക് നടന്നു. ഷാക്കിറ ഇനിയും എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ ആ ഇരുട്ടിൽ തറഞ്ഞു നിന്നു. അതെ, തൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ച 2ാം ഭാര്യ അവൾ ഗർഭിണിയാണത്രേ. അതുകൊണ്ടാണ് എല്ലാവരും എന്നെങ്ങനെ നോക്കുന്നത് തുറിച്ച്. റസിയ തൻ്റെ ബെഡിൽ വന്നിരുന്നു. ഡേറ്റ് തെറ്റി എന്നറിഞ്ഞത് അല്ല, അത് ആബിദിനെ അറിയിപ്പിച്ചത് 4 ദിവസം മുമ്പേ ആയിരുന്നുവെങ്കിലും ഇന്നാണ് ഹോസ്പിറ്റലിൽ കാണിച്ചത്. പ്രഗ്നൻസി ഉറപ്പിച്ചതോടൊപ്പം തന്നെ ഡോക്ടർ റെസ്റ്റും പറഞ്ഞിരുന്നു. അതെ ആബിദ്, പിന്നെ നല്ലോണം റെസ്റ്റ് വേണം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആബിദ് ഇന്ന് ഷാക്കിറയെ തേടി പോയിരിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. അന്ന് ഷാക്കിറയുടെ റൂമിൽ, അതായത് തൻ്റെ ആദ്യ ഭാര്യയുടെ റൂമിലേക്ക് ആബിദ് എത്തുകയായിരുന്നു. പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൾക്ക്. അവനെ അവൾ തള്ളി മാറ്റുകയായിരുന്നു. അതെ, ഒരിക്കൽ പോലും തൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണ് വരിക ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. റബ്ബേ, ഇവരെന്നെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കൊണ്ടുപോയില്ല. അവരുടെ കുടുംബത്തിന് മാനക്കേടാണത്രേ. അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്നാണ് ഇക്ക വേറെ കല്യാണം കഴിച്ചത്. എൻ്റെ പിന്നാലെ നടന്ന് എന്നെ മോഹിപ്പിച്ച് എനിക്കിഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു. എന്താ ചെയ്യുക, ഇത്രയും ദിവസം സ്നേഹത്തോടെ പിന്നെ കഴിഞ്ഞു.
പക്ഷെ വീണ്ടും 7 വർഷത്തിന് ശേഷം ഇത്ര വലിയ ദുഃഖം കിട്ടുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. എന്നാൽ ഈ സമയം 4 ദിവസം കൂടെ കാത്തിട്ട് പോരെ ഉമ്മ, ഹോസ്പിറ്റലിൽ പോയാൽ പോരെ എന്ന് ആബിദ് പറഞ്ഞിരുന്നു. പക്ഷെ ഐഷുമ്മ എന്ന ഉമ്മ പറഞ്ഞു, എന്തിനെ? അതേ, ഷാക്കിറ മച്ചിയാണെന്ന് പറയുന്നതിന് എത്രയും പെട്ടെന്ന് തെളിവാവും എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെ വേഗം വേഗം പോയി ടെസ്റ്റ് ചെയ്ത് വാ. ആബിദിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഷാക്കിറ ശരിക്കും ഒരു വേലക്കാരിയായി മാറിയിട്ടുണ്ട്. അല്ല, മാറ്റിയിട്ടുണ്ട്. അവിടെ ഉള്ളവർ അവരുടെ കുഞ്ഞുങ്ങളുടെ മൂത്രം തുടക്കലും ഡ്രസ്സ് കഴുകലും ഭക്ഷണം പാകം ചെയ്യലും അങ്ങനെ എല്ലാം ആയുഷുമ്മ മെല്ലെ അവളുടെ ചുമലിലേക്കിട്ടു. മച്ചിക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കണ്ടേ? പോരാത്തതിന് ഉടുക്കാൻ ഡ്രസ്സും വേണം. വെറുതെ നിന്ന് കൊഴുക്കാതിരിക്കാനേ മറ്റുള്ളവരെ പോലെ പ്രസവവേദന അവള് അറിഞ്ഞിട്ടില്ലല്ലോ. അതാണ് ആയുഷുമ്മയുടെ വാദം. പ്രസവിക്കാത്തവൾക്ക് വീട്ടിലത്തെ പണി എമ്പാടും കൊടുക്കണം, അല്ലാതെ പ്രസവവേദന അനുഭവിച്ചുള്ള വേദന ഒന്നും അത് ഓൾക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ ആബിദിൻ്റെ അനിയൻ റഹീമിൻ്റെ ഭാര്യ സജ്ന പക്ഷെ ദേഷ്യത്തോടെ തൻ്റെ കുഞ്ഞുങ്ങളുടേത് ഒന്നും തൊട്ടേക്കരുത് എന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല തൻ്റെ മക്കൾക്ക് കഴിക്കാനുണ്ടാക്കാൻ അവളെക്കൊണ്ട് കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേ ഷാക്കിറ, മക്കളുടെ ഡ്രസ്സൊന്നും എൻ്റെ മക്കളുടെ ഡ്രസ്സൊന്നും ഈ എടുക്കണ്ട കേട്ടോ അലക്കാനെ. പിന്നെ എൻ്റെ മക്കൾക്ക് തിന്നാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്. ആദ്യമൊക്കെ തന്നോട് ഉള്ള ദേഷ്യം കൊണ്ടും ഇഷ്ടക്കോട് കൊണ്ടൊക്കെയാണ് പറയാണ് എന്ന് തോന്നി കരഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ അനിയൻ്റെ ഭാര്യയാണ്, മക്കളുണ്ട്. പക്ഷേ പിന്നീട് റസിയോട് മറ്റുള്ളവരെ പോലെ അടുപ്പം കാണിക്കുകയോ കൂട്ടുകൂടുകയോ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ആയിരിക്കില്ല എന്നും തോന്നി. പിന്നീട് മനസ്സിലായി ദേഷ്യത്തോടെ തന്നോട് പറയുന്നതും പ്രവർത്തിക്കുന്നതും വെറും അഭിനയമാണെന്ന്. അനിയൻ്റെ ഭാര്യയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം പിന്നെയാണ് അവൾ തിരിച്ചറിയുന്നത്. സ്നേഹത്തോടെ തന്നോട് ഇടപഴകുന്നത് കാണുമ്പോൾ ഉമ്മ ഇനി വല്ല പ്രശ്നവും തൻ്റെ തലയിലേക്ക് വലിച്ചിടുമോ എന്ന് ഭയന്ന് കുറച്ച് ജോലികളിൽ നിന്നെങ്കിലും തന്നെ ഒഴിവാക്കാനുള്ള സജ്നയുടെ അടവാണ് തന്നോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞു. വെറുതെ അല്ല അവൾ പറഞ്ഞത്, എൻ്റെ മക്കളുടെ ഡ്രസ്സ് നീ അലക്കണ്ട, എൻ്റെ കുട്ടികൾക്കുള്ള തിന്നാനുണ്ടാക്കണ്ട. അത് ഉമ്മയുടെ മുമ്പിൽ അങ്ങനെ അഭിനയിച്ചു. ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു മയക്കി തൻ്റെ കഴുത്തറക്കുമ്പോൾ ദേഷ്യം മുഖത്ത് അണിഞ്ഞു തന്നെ സഹായിക്കുന്ന സജിനയെ കാണുമ്പോൾ മാത്രമാണ് തനിക്ക് ഈ വീട്ടിൽ ഇനിയും പിടിച്ചു നിൽക്കാനാവുമെന്ന് അവൾക്ക് തോന്നുന്നത്. അതേ സജിന അനിയൻ്റെ ഭാര്യ, അവൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ട്, ബാക്കിയെല്ലാം കണക്കാ. ഒരു അനിയത്തിയും ഭർത്താവും ഗൾഫിലാണ്. അനിയത്തിമാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടെങ്കിലും ആബിദിൻ്റെ വിവാഹത്തിൻ്റെ 2 ദിവസം മുന്നേ മാത്രമേ അവർ തൻ്റെ അനിയത്തിമാരുടെ കോളുകൾ എടുത്തിട്ടുള്ളൂ. അന്ന് തന്നെ സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറിപ്പോകുന്നത് പിടിച്ചു നിർത്താൻ താൻ പെട്ട പാട്. അല്ലാ പഠിച്ചോനെ, ഒരിക്കൽ പോലും സ്വന്തം ഭർത്താവിൻ്റെ 2ാം വിവാഹം ഒരാൾക്കും കാണാനുള്ള വിധി വരുത്തല്ലേ അല്ലാ. ഒരു സഹോദരനുണ്ടായിരുന്നു എങ്കിൽ അവൻ്റെ കൂടെയെങ്കിലും താമസിക്കാമായിരുന്നു. മറ്റൊരു തറവാട്ടിൽ താമസിക്കുന്ന അനിയത്തിമാരുടെ കൂടെ എങ്ങനെ താമസിക്കാനാണ്? മാത്രമല്ല അവർക്ക് ഉപ്പയെയും ഉമ്മയെയും തന്നെ നോക്കാനുണ്ട്. അവരുടെ എല്ലാ ചെലവും അവർ 2 പേരുമല്ലേ നോക്കുന്നത്. നേരം പുലർന്നു. ആ തറവാട് വീണ്ടും ഉണർന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആബിദിനെയും തിരികെ കൊണ്ടുവന്നു ഷാക്കിറ. പക്ഷേ നേരത്തെ വന്ന പീരിയഡ്സിൻ്റെ വേദനയിലായിരുന്നു. മനസ്സിൻ്റെ വിഷമം കൊണ്ടോ എന്തോന്നറിയില്ല നേരത്തെ എത്തിയത്. 5:30 അടുക്കളയിൽ ഒരു ശബ്ദവും കേൾക്കാതെ വന്നതും ആയുഷുമ്മ അടുക്കളയിൽ വന്നു നോക്കി. ആരെയും കാണാൻ കഴിഞ്ഞില്ല. കൂട്ടുകുടുംബം ആയതിനാൽ തന്നെ 4 മണിക്കൊക്കെ അടുക്കളയിൽ പണി തുടങ്ങിയാലേ ആണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം നേരത്തിനും കാലത്തിനും പോകാൻ കഴിയൂ. ആയുഷുമ്മ കലിതുള്ളി ഷാക്കിറുടെ റൂമിന് വെളിയിൽ നിന്ന് ഡോറിൽ അടിച്ചുകൊണ്ടിരുന്നു. ഡീ ഷാക്കിറ, ഒന്ന് ഒരുമ്പെട്ടോളെ, ഒന്ന് നീച്ച് പോണുണ്ട് ചേ. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. പമ്പർന്നോള് വെയിൽ വെച്ചിട്ട് നീച്ചുള്ളൂ തോന്നുന്നുണ്ട്. ഷാക്കിർ എഴുന്നേറ്റപ്പോൾ സജനക്ക് കാര്യം മനസ്സിലായി. ആയുഷുമ്മ അവളുടെ നേരെ കൈ ഓങ്ങി. പക്ഷെ അവൾ കണ്ണടച്ചു. എന്താടി എനിക്ക് നേരത്തെ കാലത്ത് നീച്ചാലേ? എന്ത് പറഞ്ഞാലും ഇങ്ങനെ നിന്നോളും. എൻ്റെ മോനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതാക്കിയിട്ട് ഉറങ്ങി രസിക്കലടി നീ. പോയി അടുക്കളയിലുള്ള ജോലി ചെയ്യാൻ നോക്ക്. എല്ലാവർക്കും ഇന്ന് നേരം വൈകും. അവർ കൈക്കൊണ്ട് ഒന്ന് കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് ചെല്ല്. ഇച്ചിങ്ങനെ അടുക്കളയ്ക്ക് ഇറങ്ങാതെ അവിടെ നിൽക്കണേ.
ഷാക്കിറ കുനിഞ്ഞ മുഖത്തോടെ അടുക്കളയിൽ കയറാൻ നിന്നതും സജിനയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഇങ്ങനെ വൃത്തിയില്ലാത്തവരെന്നേ അടുക്കളയിൽ കയറ്റാൻ പറ്റൂല. കേട്ടിട്ട് എന്താ ചെയ്യാൻ? എനിക്കൊന്നും വേണ്ട. എൻ്റെ മക്കൾക്കും ഇക്കാക്കും അവരുണ്ടാക്കിയ ഫുഡൊന്നും വേണ്ട. തീരെ വൃത്തിയില്ല അവൾക്ക്. അനിയൻ്റെ ഭാര്യ അത് പറയുന്നു. പിന്നെ അടുക്കളയിലെ പാത്രങ്ങൾ അങ്ങ് തൊട്ടും തലോടൊക്കെ ഇരിക്കണതേ എനിക്കിഷ്ടമൊന്നുമില്ല. ആയിഷുമ്മ നോക്കി നിൽക്കെ സജിന പറഞ്ഞുകൊണ്ടിരുന്നു. ഷാക്കിറയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. റബ്ബേ, ഞാൻ വൃത്തിയില്ലാത്തവളെന്നോ? എനിക്ക് വൃത്തിയില്ലേ റബ്ബേ? ഞാൻ എന്തായാലും 2-3 നേരം കുളിക്കാറുണ്ട്, വസ്ത്രങ്ങൾ മാറാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. ഷാക്കിറ കരഞ്ഞു. അതെ, തനിക്ക് സപ്പോർട്ടായിട്ടാണ് തൻ്റെ അനിയൻ്റെ ഭാര്യ സംസാരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു സമാധാനം തോന്നി അവൾക്ക്. എല്ലാ ദിവസവും കരയാറാണ് പതിവ്. തനിക്ക് വയ്യെന്ന് വീട്ടിലെ ഒരാളെങ്കിലും മനസ്സിലാക്കി തന്നെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാണ് പറയുന്നത്. ഈ പറയുന്നതൊക്കെ അവളുടെ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണെന്ന് അവൾക്കറിയാം. രക്ഷപ്പെടുത്താനാണെങ്കിലും ഇങ്ങനെ എല്ലാം പറയാൻ കാരണമാകുന്നത് ഏറെ സങ്കടം അവൾക്ക് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഷാക്കിറ, എന്നാ ഇതൊക്കെ ആ കുളത്ത് പോയിക്കാണ്ട് നല്ലോണ്ട് കഴുകി തിരുമ്പി ഇങ്ങോട്ട് കൊണ്ടുവരും. അടുക്കളയിൽ അവളെ കയറ്റില്ല എന്ന് കണ്ടപ്പോൾ ആയിഷുമ്മ റസിയയും ആബിദവും പുതച്ച പുതപ്പും വിരിപ്പും അടക്കം അവളുടെ ഇന്നർവിയേഴ്സ് പോലും മാറ്റി നിർത്താതെ എല്ലാം വന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, ആ കുളത്ത് പോയി നല്ലോ തിരുമ്പി ഒലുമ്പി കൊണ്ടുവരും, ചെല്ലങ്ങട്ട്. ഷാക്കിർ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നിലത്ത് വീണതെല്ലാം വാരിയെടുത്ത് ബക്കറ്റിലിട്ടുകൊണ്ട് ആ വീട്ടുപറമ്പിൽ തന്നെയുള്ള കുളത്തിലേക്ക് നടന്നു. ഷാക്കിറയുടെ ജീവിതം, അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആബിദ് എന്ന പേരുള്ള ഭർത്താവ് മക്കളില്ലാത്തതിൻ്റെ പേരിൽ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അതെ, ശരിക്കും ഇപ്പോൾ അവൾ അവിടെ ഒരു ഭാര്യയല്ല, പകരം അവിടെ ഒരു വേലക്കാരിയുടെ റോളിലാണ് അവൾ അഭിനയിക്കുന്നത്. അല്ല, അങ്ങനെ ആക്കി തീർത്തത്. കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ, ഷാക്കിറയുടെ ജീവിതം ഇനി എന്തായിത്തീരും? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടാം. ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഷാക്കിറയുടെ കണ്ണീര് തുടക്കാൻ ആര് വരും? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് ചെറിയൊരു തുടർ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഞാനിത് ഇടാം. എന്തൊക്കെ തന്നെയായാലും ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനയും യാതനയുമാണ് ഇതിലും ഞാൻ പറയുന്നത്. അതായത് ഭർത്താവ് 2ാം വിവാഹം കഴിച്ച് പിന്നീട് ആ പെണ്ണിൻ്റെ ഒരു അവസ്ഥകളാണ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഷാക്കിറക്ക് സന്തോഷിക്കാനായി ആരെങ്കിലും അവളെ നെഞ്ചോട് ചേർക്കാൻ വരുമോ, അവളെ ആശ്വസിപ്പിക്കാൻ വരുമോ? നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.